നെതന്യാഹുവിനും കൂക്കോട് കൂക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി കൂക്കിക്കൊണ്ടിരിക്കുക. അതാരാ കൂക്കുന്നത്? ഹമാസോളികളാണോ? അല്ലല്ല. സുഡാപ്പികളാണോ? അയ്യ, ഇവരാരുമല്ല. അങ്ങ് ഇസ്രായേലിലെ ജനങ്ങൾ മൊക്കത്ത് നെതന്യാഹു എന്ന് പറഞ്ഞൊരു പേര് കേട്ടപ്പോഴേക്കും കൂക്ക് നിർത്താണ്ട് 10 മിനിറ്റാണ് കൂക്കിക്കൊണ്ടിരുന്നത്. Good evening, everybody. I dreamed of this night. It's been a long journey. This is... ഇന്നലെ ടെല്ലവീവിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടന്നു. അതായത് ഒരു റാലി. ഇപ്പം ബന്ദികളെ തിരിച്ച് വിട്ട് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ ഭാഗമായിട്ട് അമേരിക്കയുടെ പ്രതിനിധിയും അതുപോലെ മറ്റ് ഇസ്രായേലിയൻ പ്രതിനിധിമാരൊക്കെ അവിടെ വന്നിട്ട് അവിടെ ജനങ്ങൾ ആയിരക്കണക്കിൽ ആളുകളാണ് ഇന്നലെ അവിടെ തടിച്ചുകൂടിയത്. അവരുടെ മറ്റേ ഫ്രീഡം സ്ക്വയറിലോട്ട് തടിച്ചുകൂടി അവിടെ ഇതാണ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു സമാധാന ചർച്ചയിലോട്ട് എത്തിയ സ്ഥിതിക്ക് പ്രസിഡന്റ് ട്രംപിനും അതുപോലെ തന്നെ നമ്മുടെ നെതന്യാഹുവിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. ആയിരങ്ങൾ തടിച്ചുകൂടുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, US പ്രതിനിധി വന്നിട്ട് കാര്യം സംസാരിക്കുകയാണ്. പുള്ളി തുടങ്ങുന്നു, പുള്ളി പറയുന്നു. ഇതിനെല്ലാത്തിനും മുന്നോട്ട് നിന്ന അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട്, ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധികൾക്ക് വേണ്ടിയിട്ടും ഞാൻ താങ്ക് യു പറയാമെന്ന് പറഞ്ഞപ്പം ആളുകൾ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു, കൈയടിച്ചു. This moment was made through the tireless dedication of leaders who would not rest until the world saw what could be achieved. One of them standing right here with me, Jared Kushner. To President Donald J. Trump. ഇത് കഴിഞ്ഞു അടുത്ത താങ്ക്സ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നിങ്ങളുടെ ബെഞ്ചമിൻ നെതന്യാഹുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ മുമ്പ് പച്ചത്തെറിയും കൂക്കും അവിടെ കേട്ടെ. To Prime Minister Benjamin Netanyahu. Oh. Okay. കണ്ടോ, അവിടെ കഴിഞ്ഞിട്ടില്ല. പുള്ളി ഒരു നിമിഷം പുള്ളി ഒന്ന് സ്റ്റെക്ക് ആവുന്നുണ്ട്. പിന്നെയും പുള്ളി വീണ്ടും നെതന്യാഹുയുടെ പേര് ഒന്നും കൂടെ എടുത്തിട്ട് നോക്കും, വല്ല മാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. To Prime Minister Benjamin Netanyahu. Okay, let me just finish my thought. ഒരു രക്ഷയില്ല, കൂക്ക്. അവസാനം ആ ഒരു പരിപാടി നിർത്തിയിട്ട് പുള്ളി നെതന്യാഹു എന്നുള്ള സംഭവം തന്നെ ആ സ്പീച്ചിൽ നിന്ന് അങ്ങ് പറ്റിയിട്ട് ബാക്കിയുള്ളത് സംസാരിച്ചു. അവിടെ ഒരവസ്ഥയെ ഇത് ഇസ്രായേലാണ് നടക്കുന്നത്. ഇസ്രായേലിലെ ടെല്ലവീവിലെ സ്ക്വയറിലാണ് നടക്കുന്നത്. ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന പരിപാടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ രാജ്യത്തെ ജനങ്ങൾ എത്ര പേരാണ് നെതന്യാഹുവിനെതിരെ നിൽക്കുന്നത്. യുദ്ധക്കൊതിയനായിട്ടുള്ള നെതന്യാഹുവിനെതിരെ എത്ര പേരാണ് നിൽക്കുന്നത്. ബന്ദികളെ വിട്ടുകിട്ടാണ്ട് ഈ യുദ്ധം ഇത്രയും കാലം കൊണ്ടു നടന്ന് തൻ്റെ സ്ഥാനം തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം എന്നുള്ള കാര്യം മാത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഒരാൾക്കെതിരെ കണ്ടതാണ് നമ്മൾ ഈ കണ്ടത്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ആരും കാണിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ മലനാടന്മാരൊക്കെ അവിടെ പോയിട്ട് കിട്ടുന്ന ഫണ്ട് മാക്സിമം മുക്കി നമ്മുടെ നാട്ടിലെ എച്ചിൽ മുസ്ലിങ്ങളായിട്ടുള്ള പല ഹാർപ്പിക് ചെറ്റകളും അവിടെ പോയിട്ട് വീഡിയോ ചെയ്ത് ഇവിടെ വന്നിട്ട് പല കഥകളും നമ്മളൊക്കെ പറഞ്ഞ് സംഘികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അവരൊന്നും ഇത് കാണൂല, അവിടുത്തെ യഥാർത്ഥ അവസ്ഥ കാണൂല. ഇസ്രായേലിൽ പോയിരുന്ന് കണ്ടവൻ്റെ ചന്തി കഴുകുന്ന കുറേ, ഞാൻ പറഞ്ഞത് ജോലിയോടല്ല, അവിടെ ചെന്നിട്ട് ഈ പരിപാടി ചെയ്തിട്ട് ഇമാതിരി ഇവിടെയൊക്കെ വന്നിട്ട് പല ചാനലുകളിലും അല്ലെങ്കിൽ സ്വന്തം ചാനലുകളിലൊക്കെ വന്നിട്ട് ബാക്കി എല്ലാവരെയും അങ്ങ് ഊക്കുന്ന നല്ല ഒന്നാന്തരം സംഘവാണങ്ങൾ അവിടെ ഉണ്ട്. അത് ആണെങ്കിലും മൂവാണെങ്കിലും പ്യുവർ സംഖ്യയാണെങ്കിലും ഇതെല്ലാം കൂടെ കെട്ടവന്മാർ അവിടെ നിന്ന് പല ചന്തിപ്പുറത്തൂടെ കയറുന്നതിൻ്റെ അപ്പുറത്തൂടെ പല ലൈവുകളും വരാറുണ്ട്, നമ്മൾ കാണാറുണ്ടല്ലേ. എന്നിട്ട് അവന്മാരാരും ഇത് കാണാറുമില്ല, അത് കണ്ടാലിട്ട് പറയൂല. മുൻപും നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമ്മുടെ നാട്ടിലെ സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ പറ്റൂലേ, കുറച്ച് ഫേമസ് ആവാം എന്നുള്ള രീതിയിൽ. അപ്പം ഇതാണ് യുദ്ധം നിർത്തിയിട്ട് യുദ്ധം കഴിഞ്ഞിട്ട്, അതായത് യുദ്ധം എന്ന് പറയില്ല, ജനോസൈഡ്, യുദ്ധം എന്ന് പറയാൻ പാടില്ല, ഈ വംശഹത്യ കഴിഞ്ഞിട്ട് നടന്ന ഈ ഒരു പരിപാടിയിൽ റാലിയിൽ നെതന്യാഹുവിന് കിട്ടിയ കൂക്ക്. ഇതാണ് യഥാർത്ഥത്തിൽ
എന്താ പറയുക ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പല ഇൻ്റർനാഷണൽ ചാനലുകളിലും വന്നിട്ടുണ്ട് ന്യൂസ്. തപ്പി നോക്കാം നിങ്ങൾക്ക്, നിങ്ങൾ തന്നെ എടുത്ത് നോക്കിക്കോ. ഞാൻ അതിൽ നിന്നുള്ള 1-2 കട്ട്സാണ് നിങ്ങളിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നെതന്യാഹുവിന് യുദ്ധം കുറേ കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലേ ആ സ്ഥാനത്ത് തുടരാനും പറ്റുള്ളൂ. അതല്ലെങ്കിൽ വിചാരണ എന്നുള്ളതല്ല, ഇവൻ ചെയ്തിട്ടുള്ള പല തെറ്റുകളും കുറ്റങ്ങളും അഴിമതികളും, അതാണ് അവിടുത്തെ അഴിമതികളും കാരണം ഓൾറെഡി കോർട്ട് വിചാരണക്ക് വിധിച്ചിട്ടുള്ള ഒരു കുറ്റവാളി തന്നെയാണ് നെതന്യാഹു. ആ സമയത്ത് യുദ്ധം വന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ യുദ്ധം ഇത്ര വൈഡാക്കിയിട്ട് പുള്ളി അല്ലെങ്കിൽ യുദ്ധമല്ല, ഇപ്പം അവരുടെ മനസ്സിൽ യുദ്ധം നമ്മളൊക്കെ കാണുന്ന ജനോസൈഡ് വൈഡാക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും, ഇത് വെച്ച് അതേ സമയത്ത് തന്നെ ഇറാനിൽ അവിടെ കൊണ്ട് ബോംബിടുന്നതും, ഹിസ്ബുള്ളിനെ ഇവിടെ കൊണ്ട് അടിക്കുന്നതും, ഹൂത്തികൾ അവിടെ കൊണ്ട് ബോംബിട്ട് ഇതെല്ലാ യുദ്ധങ്ങളും ഇങ്ങനെ ആക്റ്റീവാക്കി വെക്കാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കുറ്റവാളിയാവണ്ട, എനിക്ക് വിചാരണക്ക് വരണ്ട, എനിക്ക് രാജ്യം ഭരിച്ച് ആളുകളെ കൊന്ന് മുന്നോട്ട് തന്നെ പോകണം. സ്വന്തം മകൻ്റെ കല്യാണം പല വട്ടം വരെ എന്താ പറയുക മുഞ്ചി തെറ്റി പെണ്ണ് കണ്ടവൻ്റെ കൂടെ പോയ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു അല്ലേ. ഇതാണ് അവിടുത്തെ യഥാർത്ഥത്തിൽ നടക്കുന്ന അവസ്ഥ. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് എല്ലാവരും യുദ്ധക്കൊതിയന്മാരൊന്നുമല്ല, ജൂതന്മാരെല്ലാവരും കൂടെ ഭയങ്കരന്മാരാണ്, അവന്മാർ യുദ്ധത്തിന് വേണ്ടി, അങ്ങനെയൊന്നും അല്ല. ഈ തീവ്ര വലതുപക്ഷ അല്ലെ തീവ്ര സയനിസ്റ്റ് ചിന്താഗതിക്കാർ മാത്രമേ യുദ്ധം ചെയ്യണം, ബാക്കി മുസ്ലിമിനെ കൊല്ലണം, ഇറാനിൽ കൊണ്ട് ബോംബിടണം, അവിടെ കൊല്ലണം ഇവിടെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നുള്ളൂ. അതായത് വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കുന്ന, തൗറയിൽ എഴുതി വെച്ചിട്ടുള്ള വിശാല ഇസ്രായേൽ സ്വപ്നം കണ്ട് നടക്കുന്ന കുറച്ച് ചെറ്റകളെ അവിടെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ സംഘികളെ പറഞ്ഞല്ലേ, നമ്മുടെ നാട്ടിൽ എല്ലാവരും ഹിന്ദുക്കളൊക്കെ സംഘികളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് ചെറ്റ സംഘികളെ പോലെ അവിടെയും ഈ തീവ്ര സയനിസ്റ്റ് ചിന്തകളുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് യുദ്ധം വേണം, ഇപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, കൊന്നുകൊണ്ടിരിക്കണം. നമ്മുടെ ഇസ്രായേൽ നമ്മളിങ്ങനെ പരത്തി ഇറാനെ പിടിച്ചെടുത്ത്, ഖത്തറിനെ പിടിച്ചെടുത്ത്, ജോർദാനെ പിടിച്ചെടുത്ത്, ഈജിപ്തിനെ പിടിച്ചെടുത്ത് നമ്മളിങ്ങനെ വികസിച്ചുകൊണ്ടിരുന്ന് ഇസ്രായേലായിരിക്കണം ലോകത്ത് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ജൂതന്മാർ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ, ബാക്കിയുള്ളവരൊന്നും ദൈവത്തിൻ്റെ ആൾക്കാരല്ല എന്നുള്ള ചിന്ത കൊണ്ടുവരുന്ന നമ്മുടെ ഈ ഒരു ഇസ്രായേലി തീവ്ര സയനിസ്റ്റിന് ഈ പ്രശ്നങ്ങളുള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ നെതന്യാഹു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അയാൾ യുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് അവിടുത്തെ മറ്റ് ഈ തീവ്രത അല്ലാത്ത നോർമലായിട്ടുള്ള ജൂതന്മാർക്ക് ഈ യുദ്ധം നിൽക്കണം, ബന്ദികളെ വിട്ട് കിട്ടണം, അവിടെ ആൾക്കാരെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്ന ചിന്തയുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ പറഞ്ഞ പോലെ അവിടെയും ഇവിടെയൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാവില്ല കുറച്ച് ഇങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഏതായാലും ഇന്നിപ്പം സമാധാന ചർച്ച നടക്കുന്നുണ്ട്. എന്താവും ഏതാവും ഒന്നും അറിയില്ല. ഏത് രീതിയിലോട്ട് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പിലോട്ടൊക്കെ പോവോ, എല്ലാ സ്റ്റെപ്പുകളും നല്ല രീതിയിൽ നടക്കുമോ, ഇത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത നോബൽ പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടിയാവൂ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. മുമ്പത്തെ ഓസ്ലോ കരാറിനെ പറ്റിയൊക്കെ നമുക്കറിയാം. അന്ന് ആ ഒരു കരാറ് വന്നതുകൊണ്ടാണ് അന്നത്തെ പലസ്തീൻ വിമോചക സമര നേതാവായിട്ടുള്ള യാസർ അറഫാത്തിനും അതുപോലെ തന്നെ സൈമൺ പെറിസിനും ഒക്കെ അന്ന് നൊബേൽ പ്രൈസ് വരെ കിട്ടിയത് ആ ഒരു ഓസ്ലോ അക്കോർഡ് അല്ലെങ്കിൽ കരാറുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കരാറാവട്ടെ ഇന്ന് നടക്കുന്ന ഈ ഒരു കരാറ്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നവർക്കൊക്കെ നൊബേൽ പ്രൈസൊക്കെ കിട്ടട്ടെ. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ. ഒന്ന് പറയണം തോന്നി, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു.